സംസ്ഥാന തുറമുഖ വകുപ്പ് മാരിടൈം ബോർഡാക്കി മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വകുപ്പിലെ ജീവനക്കാർ രംഗത്ത്. വകുപ്പ് ബോർഡാക്കി മാറ്റുമ്പോൾ നിലവിലുള്ളവരെ സർക്കാർ ജീവനക്കാരായി തന്നെ നിലനിർത്തണമെന്നും ഓർഡിനൻസിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി ആശങ്കകൾ അകറ്റണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. KSCBയുടെ മാതൃകയിൽ തുറമുഖ വകുപ്പിനെ ബോർഡാക്കി മാറ്റുന്നതിനെതിരെയാണ് ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയിൽ സർക്കാർ ഉറപ്പൊന്നും നൽകാത്തതിൽ ആണ് ജീവനക്കാർക്ക് ആശങ്ക. ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, ആശ്രിത നിയമനം എന്നിവ സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുകയാണ്. ഭാവിയിൽ പെൻഷൻ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. ഇപ്പം അത്ര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ബോർഡിൽ ചിലപ്പോൾ പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ശമ്പളം തന്നെ ചിലപ്പോൾ കട്ടാവാനും സാധ്യതയുണ്ട്. PSC വഴി വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് മറ്റു വകുപ്പുകളിലേക്ക് മാറാനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ ഓർഡിനൻസിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ജീവനക്കാരുടെ സമരസമിതി. 2007 എല്ലാ തുറമുഖങ്ങളും അതാത് സംസ്ഥാനങ്ങളിൽ ബോർഡുകൾക്ക് കീഴിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. റിപ്പോർട്ടർ, കോഴിക്കോട്.